ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون വിശ്വാസിനികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ പുണ്യമായ ദിനങ്ങളിൽ നാം ചെയ്യുന്ന അമലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ഏറ്റവും മഹത്വമേറിയ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അറഫ സംഗമം ഇന്നലെ പൂർത്തിയായി. രാത്രി ലക്ഷോപലക്ഷം ഹാജിമാർ മുസ്ദലിഫയിലാണ് താമസിച്ചത്. ഇന്ന് പുലർച്ചയോടുകൂടി അവരെല്ലാം മിനായിലേക്കുള്ള യാത്രയിലാണ്. ഈ സമയത്തും അങ്ങനെ തന്നെയാണ്. ലക്ഷങ്ങളിപ്പോൾ നടന്നുകൊണ്ടും വാഹനങ്ങളിലായും ഒക്കെ മിനായിലേക്ക് തിരിച്ചുള്ള യാത്രയിലായിരിക്കും. ജംറകളിൽ എറിയുക, മുടി കളയുക, ബലി അറുക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ് ഇന്നും നാളെയും മറ്റന്നാളുമായി ഹാജിമാർക്ക് നിർവഹിക്കാനുള്ളത്. എല്ലാം പരിപൂർണമായി നിർവഹിച്ച് തങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സുരക്ഷിതമായി തിരിച്ചെത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ ഹജ്ജിലെ 34-35 ആയത്തുകളാണ് ഓതി വെച്ചത്. ഹജ്ജ് എന്ന പേരിൽ വിശുദ്ധ ഖുർആനിൽ അധ്യായം തന്നെ ഉണ്ട് എന്നർത്ഥം.
ആ സൂറയിൽ കാര്യമായി അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് ഹജ്ജും ബലികർമ്മങ്ങളും അതിന്റെ എല്ലാം ഏറ്റവും വലിയ അന്തസത്തയായ തൗഹീദും തന്നെയാണ് ഈ സൂറത്തിലെ മുഖ്യമായ പ്രതിപാദ്യ വിഷയം. തൗഹീദിന് ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് ഹജ്ജിന്റെ ഓരോ രംഗത്തുമുള്ളത്. ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് മുതൽ ആരംഭിക്കുന്ന തൽബിയത്ത് തൗഹീദിന്റെ കറകളഞ്ഞ പ്രഖ്യാപനമാണല്ലോ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹു നിന്റെ വിളിക്കുന്ന ഉത്തരം ചെയ്തുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നുവെന്ന പ്രഖ്യാപനം. റബ്ബേ, എനിക്ക് ശരീക്കില്ല, പങ്കുകാരില്ല. ലാ ശരീക ലക ലബ്ബൈക്, എനിക്ക് യാതൊരു പങ്കുകാരുമില്ല റബ്ബേ, നിന്റെ വിളിക്കുന്ന ഉത്തരം ചെയ്തിരിക്കുന്നു. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്, എല്ലാ സ്തുതിയും റബ്ബേ നിനക്കാണ്, എല്ലാ നിഅമത്തും റബ്ബേ നിന്റെ ഭാഗത്തു നിന്നാണ് എല്ലാ നിഅമത്തും ഉണ്ടാകുന്നത്. മുഴുവൻ അധികാരങ്ങളും അല്ലാഹുവേ നിനക്ക് മാത്രമാണ്. ലാ ശരീക ലക, എനിക്ക് യാതൊരു പങ്കുകാരുമില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കായ മനുഷ്യന്മാർ ലോകത്തുനിന്ന് മുഴുവനായും മക്കയിലേക്ക് ഒഴുകിയെത്തിയത്. വ്യത്യസ്ത ആശയങ്ങളും ആദർശങ്ങളും നിലപാടുകളും സ്വീകരിക്കുന്ന വിവിധ കക്ഷികളിൽപ്പെട്ടവരാണെങ്കിലും എല്ലാവരും ഹജ്ജിനായി ഇഹ്റാം ചെയ്താൽ പിന്നെ ഈ പ്രഖ്യാപനമാണ്. റബ്ബേ, നിനക്ക് പങ്കുകാരില്ല, നിനക്കാണ് സർവ്വധികാരവുമുള്ളത്, നിനക്കാണ് മുൽക്ക് ആധിപത്യമുള്ളത്, നിനക്കാണ് സർവസ്തുതിയും, എല്ലാ നിഅമത്തും നിന്നിൽ നിന്നാണ് എന്ന തൗഹീദിന്റെ പ്രഖ്യാപനമാണ് ഈ തൽബിയത്ത്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഹജ്ജിനായി വിളംബരം ചെയ്തത്. കഅബാലയം പുനർനിർമ്മിച്ചത് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യത്തെ നിർമ്മാണമെന്നും ഇനി അതല്ല അതിനു മുമ്പേ മലക്കുകൾ അത് നിർമ്മിച്ചിരുന്നുവെന്നുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ വെള്ളപ്പൊക്കത്തിലാണ് ഒന്നാകെ വെള്ളം മൂടിയ സമയത്ത് ആ കഅബ ഉയർത്തപ്പെടുകയും അത് സ്ഥാനം പിന്നീട് അറിയപ്പെടാതെ പോവുകയും ചെയ്തുവെന്നാണ്. പിന്നീട് വന്ന പ്രവാചകന്മാരൊക്കെയും ആ കഅബയുടെ സ്ഥാനം കണ്ടെത്താൻ ശ്രമിച്ചുവെങ്കിലും അവർക്കാർക്കും അത് അല്ലാഹു തആല തൗഫീഖ് നൽകിയില്ല. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അതിനെ ഏൽപ്പിച്ചത്. അതാണ് ഇബ്രാഹിമ മക്കാനൽ ബൈത്ത്, ഇബ്രാഹിമിന് നാം കഅബയുടെ സ്ഥാനം നാം സൗകര്യപ്പെടുത്തി കൊടുത്തു, നിശ്ചയിച്ചു കൊടുത്തു എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആദ്യം നിർമ്മിച്ച അതേ സ്ഥാനത്ത് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് ആ കഅബയെ പുനർനിർമ്മിക്കുന്നു. ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടെ ആ കഅബയുടെ ചുമരുകളെ പടുത്തുയർത്തുന്ന സന്ദർഭം എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനു മുമ്പേ ചോരക്കുഞ്ഞായ ഇസ്മായിലിനെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് തിരിച്ചു പോകുമ്പോഴും ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, റബ്ബേ എന്റെ മക്കളെ ഇതാ, കുടുംബത്തെ ഇതാ ഞാൻ താമസിപ്പിക്കുന്നത്, റബ്ബേ ഇൻദ ബൈതിക്കൽ മുഹറം, എന്റെ പവിത്രമായ കഅബയുടെ സമീപത്തിലാ ഞാൻ താമസിപ്പിച്ചിരിക്കുന്നുവെന്നാണ്. അന്ന് കഅബ ഇല്ല, അന്ന് കഅബ ഇല്ല. കഅബ പുനർനിർമ്മിക്കും മുമ്പാണ് ഈ പ്രാർത്ഥന. എന്റെ കഅബയുടെ സമീപത്തിലാ എന്റെ കുടുംബത്തെ ഞാൻ താമസിപ്പിക്കുന്നത് റബ്ബേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കഅബയുടെ സ്ഥാനം അല്ലാഹു തആല ഇബ്രാഹിം നബിക്ക് അന്നേ നിശ്ചയിച്ചു കൊടുത്തിരുന്നുവെന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ കഅബ പുനർനിർമ്മിച്ചു. പടച്ച റബ്ബിന്റെ കൽപ്പന പ്രകാരം കഅബയിൽ വെച്ചുകൊണ്ട് ഹജ്ജിനായുള്ള വിളംബരമുണ്ടായി. വഅല്ലിം ഫിന്നാസി ബിൽ ഹജ്ജ്, നീ ജനങ്ങളിൽ ഹജ്ജിനുള്ള വിളംബരം നിർവഹിക്കണമെന്ന് അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് ആവശ്യപ്പെട്ടു. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, റബ്ബേ എങ്ങനെയാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും എനിക്ക് വിളിക്കാൻ കഴിയുക, എന്റെ ശബ്ദം അങ്ങോട്ട് എത്തുക ഇല്ലല്ലോ എന്ന് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ പടച്ച റബ്ബിന്റെ മറുപടി, നീ വിളിക്കുക, എത്തിക്കൽ ഞാൻ ഏറ്റുവെന്നാണ്. വിളിച്ചത് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷെ ലോകത്തേക്ക് മുഴുവനും എത്തുന്ന ശബ്ദത്തിൽ വിളിക്കാൻ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധ്യമല്ല. അദ്ദേഹം സാധാരണ വിളിയാണ് വിളിച്ചത്. പടച്ച റബ്ബ് പറഞ്ഞു, ഞാൻ എത്തിക്കാം ആ വിളി. അല്ലാഹു തആല എത്തിച്ചു. അതുകൊണ്ട് കൂടിയാണ് ആ വിളിക്കുത്തരം ചെയ്ത് പോകുമ്പോഴും
ലബ്ബൈക അല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ വിളിക്കൽ ഉത്തരം ചെയ്തിരിക്കുന്നുവെന്നാണ്. അല്ലാതെ ഇബ്രാഹിം നബിയെ താങ്കൾ വിളിക്കൽ ഉത്തരം ചെയ്തു വരുന്നുവെന്ന ഒരു പ്രഖ്യാപനമില്ല. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ എവിടെയും ഇബ്രാഹിം നബിയെ എന്ന, ഇസ്മായിൽ നബിയെ എന്ന, അതേപോലെ ഹാജറ ബീവിയെ എന്ന ഒരു വിളി കാണാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, അല്ലാഹുവേ ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എന്ന തേട്ടം പോലും പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളിൽ ഒന്നിൽ പോലും ഇല്ല. നേരെ മറിച്ച് അല്ലാഹുമ്മ, അല്ലാഹുവേ ലബ്ബൈക അല്ലാഹുമ്മ, റബ്ബേ നിനക്കിത ഉത്തരം ചെയ്തിരിക്കുന്നു, നിന്റെ വിളിക്കിത ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹാജിമാർ ലോകത്തുനിന്ന് മുഴുവനായും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സഫാ മർവക്കടയിലെ സഅയ്, അതേപോലെ തവാഫ്, അതെല്ലാം ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, ഹാജറ ബീവിയെ അനുസ്മരിച്ചുകൊണ്ടും മുഹമ്മദ് നബിയുടെ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ടുമാണല്ലോ നിർവഹിക്കുന്നത്. കഅബാലയം പണിതത് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇസ്മായിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കടത്തിയ ഭാഗമാണ്, കഅബയിൽ പെട്ട ഭാഗമാണ്. പിന്നീട് കഅബാലയം പുതുക്കിപ്പണിത കാലഘട്ടത്തിൽ സാമ്പത്തികമായ പ്രയാസം കാരണം കഅബയുടെ ഒരു ഭാഗം ചുരുക്കി ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടാണ് മക്കയിലെ അറബികൾ അക്കാലത്ത് കഅബയെ പുനർനിർമ്മിച്ചത്. ആ ഹജ്ജ് ഇസ്മായിലൂടെ പോകുമ്പോഴും അതേപോലെ തവാഫ് ചെയ്യുമ്പോഴും ഒന്നും ഇബ്രാഹിം നബിയെ എന്നൊരു വിളി പോലും അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ടില്ല. സഫയിൽ നിന്ന് മർവയിലേക്കും മർവയിൽ സഫയിലേക്കുമായി 7 തവണ സഅയ് ചെയ്യുമ്പോഴും അവിടെ ഹാജറ ബീവിയുടെ ഒരു സ്മരണ മനസ്സിലേക്ക് വരുമെന്നല്ലാതെ ഹാജറ ബീവി വിളിച്ചുകൊണ്ടുള്ള ഒരു തേട്ടം അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ല. ഹജ്ജ് തൗഹീദിന്റെ വിളംബരമാണ് എന്നർത്ഥം. ഓരോ കർമ്മങ്ങളും 4 മഹാന്മാരെ സ്മരിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. ഒന്ന് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 2 ഇസ്മായിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 3 ഹാജറ ബീവി, 4 മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ 4 മഹത്തുക്കളെ സ്മരിച്ചുകൊണ്ടാണ് ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും ഉള്ളത്. നബി തങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. സ്വഹാബത്തോട് പറഞ്ഞു, ഖുദു അന്നി മനാസികകും, എന്നിൽ നിന്ന് നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങളെ നിങ്ങൾ കണ്ടു പഠിക്കണേ എന്ന് നബി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഒരുപക്ഷെ ഈ കൊല്ലം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇനി ഇങ്ങനെ കണ്ടുമുട്ടണമെന്നില്ല, അതുകൊണ്ട് ഹജ്ജ് കൃത്യമായി കണ്ടുപഠിക്കണേ എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഹിജ്റ വർഷം 10 നബി തങ്ങൾ ഹജ്ജ്. ആ ഹജ്ജ് കഴിഞ്ഞ് 3 മാസമാണ് നബി തങ്ങൾ ആകെ ജീവിച്ചത്. ദുൽഹിജ്ജയിലാണ് ഹജ്ജ് കഴിഞ്ഞത്. മുഹറമും സഫറും കഴിഞ്ഞ് റബീഉൽ 12 നബി തങ്ങൾ വഫാത്താവുകയും ചെയ്തു. ആ ഹജ്ജ് കർമ്മങ്ങളിലാണ് പ്രവാചകൻ പറഞ്ഞത്, ഒരുപക്ഷെ ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടണമെന്നില്ല, അതിനാൽ ഖുദു അന്നി മനാസികകും, നിങ്ങളുടെ നുസുക്കുകൾ, ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ കണ്ടു പഠിക്കണേ, ചോദിച്ചു പഠിക്കണേ എന്ന് നബി തങ്ങൾ പറയുകയും സ്വഹാബിമാർ ഏറ്റവും അധികം ചോദ്യം ചോദിച്ചത് അന്നാണ് എന്നാണ്. ഹജ്ജിന്റെ ഓരോ രംഗത്തും സ്വഹാബിമാർ ചോദിക്കുന്ന, നബി ഞാൻ ഇങ്ങനെ ചെയ്തു പോയി, എന്ത് ചെയ്യും ഇനി? ഇഫ്അൽ വലാ ഹറജ, ചെയ്തോ കുഴപ്പമില്ല. നബിയെ മുടി കളഞ്ഞു പോയി, ആദ്യം അറക്കും മുമ്പ് ഞാൻ മുടി കളഞ്ഞു, വല്ല പ്രശ്നവുമുണ്ടോ? ഇഫ്അൽ വലാ ഹറജ, ചെയ്തോ കുഴപ്പമില്ല. നബി ഇന്ന് തവാഫ് ചെയ്യാൻ കഴിഞ്ഞില്ല, ഇനി എന്താ ചെയ്യുക? ഇഫ്അൽ വലാ ഹറജ, ചെയ്തോ കുഴപ്പമില്ല. അന്ന് ഒരുപാട് ചോദ്യങ്ങൾ നബിയുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട് ചോദിച്ചു. എല്ലാത്തിനും നബി തങ്ങൾ കൊടുത്ത മറുപടി ഇഫ്അൽ വലാ ഹറജ, ചെയ്തോ കുഴപ്പമില്ല എന്നാണ്. ചെയ്തത് കുഴപ്പമില്ല എന്നല്ല പറഞ്ഞത്, നീ ചെയ്തോ കുഴപ്പമില്ല എന്നാണ്. ഇഫ്അൽ, നീ ചെയ്തോ വലാ ഹറജ, പ്രശ്നമില്ല. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ഇനി വരുന്നവർക്കും അത് ബാധകമാണ് എന്ന സൂചനയാണ് ആ മറുപടിയിൽ. ചെയ്തു പോയ ഒരാൾക്ക് മാത്രം കൊടുത്ത മറുപടിയല്ല, ഖിയാമത്ത് വരെ ഹജ്ജ് വരുന്ന ആളുകൾക്കെല്ലാം ഉള്ള മറുപടിയാണ്. അതുകൊണ്ടാണ് ഇഫ്അൽ വലാ ഹറജ എന്ന് നബി തങ്ങൾ പറഞ്ഞത്. ഹജ്ജിന്റെ വിഷയങ്ങളിൽ ഒരുപാട് വിശാലത അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. ഇങ്ങനെ ഓരോ കർമ്മങ്ങളും പഠിപ്പിച്ചു. ആ സുന്നത്തിനെ അതേപടി പിൻപറ്റിക്കൊണ്ടാണ് ഇന്നും ഇവിടെ ആളുകൾ ഹജ്ജ് ചെയ്യുന്നത്. അല്ലാഹും റസൂലും എന്താണോ പഠിപ്പിച്ചത് അത് അതേപടി പിൻപറ്റുന്നു. ചോദ്യമില്ല, ബുദ്ധിക്കും യുക്തിക്കും അവിടെ ഇബാദത്തുകളിൽ സ്ഥാനമില്ല എന്ന പ്രഖ്യാപനം കൂടിയാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ. ഇന്ന് എല്ലാവരും അറഫയിൽ പോയി. എന്താ അറഫയിൽ പോയി ചെയ്യാനുള്ളത്? ഒന്നുമില്ല. അറഫയിൽ എത്തുക, സൂര്യാസ്തമയം വരെ അറഫയിൽ തന്നെ കൂടുക, പ്രാർത്ഥിക്കുക, ദിക്റും ദുആയും തസ്ബീഹുമായി അവിടെ കൂടുക എന്നല്ലാതെ കർമ്മങ്ങളൊന്നും പ്രത്യേകിച്ച് അവിടെ ചെയ്യാനില്ല. അത് കഴിഞ്ഞ് രാത്രി മുസ്ദലിഫയിലേക്ക് എത്തി. മുസ്ദലിഫ എന്താ ഉള്ളത്? അൽ മബീതു ബി മുസ്ദലിഫ, മുസ്ദലിഫയിൽ രാത്രി താമസിക്കുക എന്നാണ്, മറ്റൊന്നുമില്ല. രാത്രി അവിടെ കിടന്നു ഉറങ്ങുക, അവിടെ കിടന്നു ഉറങ്ങിയാൽ മതി, രാവിലെ എഴുന്നേറ്റ് പോരുകയും ചെയ്യാം. എന്തിനാ അതിന് അങ്ങോട്ട് പോണത് എന്ന ചോദ്യത്തിന് അവിടെ
പ്രസക്തിയില്ല. അള്ളാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു, റസൂൽ തങ്ങൾ ചെയ്തു കാണിച്ചു. അതാണ് മറുപടി, വേറെ മറുപടിയൊന്നുമില്ല. അത് കഴിഞ്ഞ് മിനയിലേക്ക് രാവിലെ പോരുന്നു. എന്നാ മിനയിലല്ല അങ്ങോട്ട് പോയത്, എന്തിനു വെറുതെ അങ്ങോട്ട് പോയി? ഇവിടെ തന്നെ കൂടിയാ പോലായിരുന്നുവോ? ആ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. ജംറയിൽ പോയി കല്ലെറിയുന്നു. 3 ജംറകൾ എറിയാൻ പറഞ്ഞു. അവിടെ ചെല്ലുക, 7 വീതം കല്ലുകൾ ആ സ്ഥലത്തേക്ക് എറിയുക, തിരിച്ചു പോരുക. ഇതിനാണ് ലക്ഷങ്ങൾ മുടക്കിപ്പോയത്. ഈ ഹജ്ജ് നൽകുന്ന പാഠമെന്താ? അല്ലാഹു തആല ഒരു കാര്യം പറഞ്ഞാൽ, നബിതങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ സമിഅനാ വഅതഅനാ, കേട്ടു, അനുസരിച്ചു. പിന്നെ ചോദ്യമില്ല, എന്താ നബി അവിടെ പോയി കല്ലെറിഞ്ഞിട്ട് എന്ന് ഒരു സഹാബിയും ചോദിച്ചിട്ടില്ല. എന്താ നബി രാത്രി അവിടെ പോയി കിടന്നുറങ്ങുന്നത്, ഇവിടെ കിടന്നാ പോലെ എന്ന് ചോദിച്ചിട്ടില്ല. നബിതങ്ങൾ പറഞ്ഞു, അവർ അനുസരിച്ചു. അല്ലാഹ് പറഞ്ഞു, മിൻ ഹൈസു അഫാലന്നാസ്, ജനങ്ങളെല്ലാം ഒഴുകുന്നിടത്തേക്ക് നിങ്ങളും ഒഴുകുക എന്നാണ്. ഒരു ഒഴുക്കാണ് അറഫയിലേക്കുള്ളത്, ഒരു ഒഴുക്കാണ് അറഫയിൽ നിന്ന് തിരിച്ചുള്ളത്, ഒരു ഒഴുക്കാണ് ജംറയിലേക്കുള്ളത്. അവിടെ വഴി തെറ്റുന്ന പ്രശ്നമില്ല, റൂട്ട് അറിയേണ്ട കാര്യമില്ല, എങ്ങോട്ടാ പോകേണ്ടത്. പടച്ച റബ്ബിന്റെ മറുപടി, മിൻ ഹൈസു അഫാലന്നാസ്, ജനങ്ങൾ ഒഴുകുന്നിടത്തേക്ക് നിങ്ങൾ ഒഴുകുക എന്നാണ്. അങ്ങോട്ടേ പോകാൻ കഴിയൂ, തിരിച്ച് ഇങ്ങോട്ട് നടക്കാൻ കഴിയില്ല. റൂട്ട് മാറിപ്പോകുന്ന പ്രശ്നമില്ല. ജനലക്ഷങ്ങളൊന്നാകെ ഒഴുകയാണ്. പിന്നെ എങ്ങോട്ടാണ് വഴി മാറിപ്പോവുക? ആ ഒഴുക്കിൽ എങ്ങനെ പോയി തന്റെ കർമ്മം ചെയ്ത് അതേപോലെ മറ്റൊരു ഒഴുക്കിൽ തിരിച്ചു പോരുകയും ചെയ്യാം. അള്ളാഹും റസൂലും ഒരു കാര്യം പഠിപ്പിച്ചാൽ പിന്നെ ചോദ്യമില്ലാതെ അംഗീകരിക്കുക. ഇബ്രാഹിം നബിയുടെ സുന്നത്തതാണല്ലോ. സ്വന്തം മകനെ അറുക്കണമെന്ന് സ്വപ്നം കാണിച്ചതാണ്, മറ്റൊന്നും ആലോചിച്ചില്ല. മോനെ വിളിച്ചു പറഞ്ഞു, മോനെ ഇന്നി അറാ ഫിൽ മനാമി അന്നി അൽബഹുക, മോനെ ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു നിന്നെ അറുക്കണമെന്ന്. ഫൻദുർ മാദാ തറാ, എന്താ മോൻ എന്റെ അഭിപ്രായം, നീ ഒന്ന് പറയൂ എന്ന് പറയുമ്പോൾ മകന്റെ മറുപടി, യാ അബതി ഫഅൽ മാ തുഅ്മർ, വാപ്പ എന്താണോ കൽപ്പന അത് ചെയ്തു കൊള്ളുക. എന്താണോ കൽപ്പന അത് ചെയ്തു കൊള്ളുക, വേറെ ചോദ്യമില്ല. അല്ലാഹ് എന്ത് പറഞ്ഞോ അത് ചെയ്യൂ വാപ്പ എന്ന് പറയുന്ന ഞാൻ ക്ഷമാലുവായിരിക്കും, എന്നെ നിങ്ങൾ ക്ഷമിക്കുന്നവരായി കാണാൻ കഴിയും വാപ്പ, എന്നെ ഓർത്ത് വിഷമിക്കണ്ട, അള്ളാഹിന്റെ കൽപ്പന പ്രാവർത്തികമാക്കുക എന്ന് പറഞ്ഞ ഇസ്മായിൽ നബിയുടെ, ഇബ്രാഹിം നബിയുടെ ആ മാതൃക, അതാണ് ഹജ്ജ് നൽകുന്ന ഏറ്റവും വലിയ പാഠം. പടച്ച റബ്ബിൽ തവക്കുലാക്കിയാൽ നഷ്ടപ്പെടില്ല എന്ന പാഠമാണ് പ്രധാനപ്പെട്ട മറ്റൊരു പാഠം. അള്ളാഹു ലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ റബ്ബ് കൈയൊഴികയില്ല. ഇബ്രാഹിം നബി സലാം മകനെയും ഭാര്യയെയും ഇറാഖിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് മക്കയിൽ താമസിപ്പിക്കുന്നത്. അന്നോട് ആൾ താമസമില്ല, ഒരു വീട് പോലും ഇല്ല, ഒരു ജലസ്രോതസ്സില്ല, അവിടെ എവിടെയും തങ്ങാൻ പറ്റാവുന്ന ഇടമില്ല, ഒരു ചെറിയ തണൽ പോലും ലഭിക്കാവുന്ന മരങ്ങൾ പോലുമില്ല. അതാണ് മക്കയുടെ രീതി. ഒരു ആളും താമസിക്കുന്നില്ല എന്നാണ്. യാത്രക്കാര് പോലും വഴിതെറ്റി പോലും സഞ്ചരിക്കാത്ത പ്രദേശമാണ് ആ പ്രദേശമെന്നാണ്. കാരണം ജലസ്രോതസ്സില്ല, വെള്ളം കുടിക്കാൻ കിട്ടില്ല, തണലില്ല. അതുകൊണ്ട് വഴിതെറ്റിപ്പോലും പോകാത്ത പ്രദേശമാണ്. അത്രയും വിജനമായി കിടക്കുന്ന ഒരു നാട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഭാര്യയെയും മകനെയും അവിടെ താമസിപ്പിച്ച് തിരിഞ്ഞു നോക്കാതെ പോരുന്നത്. എങ്ങോട്ടാണെന്ന് പറയുന്നില്ല. അള്ളാന്റെ കൽപ്പന വന്നു. ആ കൽപ്പന പ്രകാരം ഇറാഖിൽ നിന്ന് പോരുകയാണ് മക്ക ലക്ഷ്യമാക്കിക്കൊണ്ട്. ഭാര്യയുണ്ട്, മകനുണ്ട്. എങ്ങോട്ടാ യാത്ര പറയുന്നില്ല. എന്തിനാ യാത്ര വ്യക്തമാക്കുന്നില്ല. അവിടെ കൊണ്ടുവന്ന് നിർത്തി തിരിച്ചു പോവുകയാണ്. അന്ന് ഹാജറ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? ഒന്നും പറയുന്നില്ല. കാരണം എന്ത് പറയാനാണ്, എന്താ പറയുക? ഈ ഭാര്യയെയും ഈ മുറി കുടിക്കുന്ന കുഞ്ഞിനെയും ഇവിടെ നിർത്തി പോകുമ്പോ എന്തു പറയാനുണ്ട്? ആരെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്? ഉത്തരമില്ല. ഞങ്ങൾക്ക് എന്താണ് വഴി? ഉത്തരമില്ല. 2 പ്രാവശ്യം ഹാജ ചോദിച്ചു, ഞങ്ങളെ ഒഴിവാക്കി നിങ്ങൾ പോകുകയാണോ എന്ന്. മറുപടിയില്ല. 3ാമതും അവർ ചോദിക്കുമ്പോൾ മറുപടിയില്ലാത്തപ്പോൾ ഭാര്യ ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹു തആല കൽപ്പിച്ചിട്ടാണോ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്നാണ്. അപ്പൊ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, അതെ, പടച്ച റബ്ബിന്റെ കൽപ്പനയാണ്, അള്ളാന്റെ കൽപ്പനയാണ്, അതുകൊണ്ടാണ് നിർത്തിപ്പോകുന്നത്. അവിടെ ഭാര്യയുടെ പ്രതികരണം, ഇദൻ ലാ യുദയ്യിഉനല്ലാഹ്, അങ്ങനെയാണെങ്കിൽ പടച്ച റബ്ബ് ഞങ്ങളെ കൈയൊഴിക്കയില്ല എന്നാണ്. അല്ലാഹ് പറഞ്ഞിട്ടാണ് എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് സമാധാനമായി. പടച്ച റബ്ബ് കൈയൊഴികയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആ ഭാര്യയുടെ തവക്കുല്, ആ തൗഹീദ് സഹോദരങ്ങളെ, ആ പാഠമാണ് ഹജ്ജ് നൽകുന്ന പാഠം. അങ്ങ് പോയി അപ്പുറത്തെ മലയുടെ ഒരു മറുവിലേക്ക് മാറി നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, റബ്ബേ ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം, റബ്ബേ എന്റെ കുടുംബത്തെ ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു ബിവാദിൻ, ഒരു താഴ്വരയിലാണ് റബ്ബേ, ഗൈരി ദി സർഇൻ, കൃഷി പോലുമില്ലാത്ത ഒരു താഴ്വരയിലാണ് റബ്ബേ, അവരാക്കി ഞാൻ പോവുകയാണ്. ഇൻദ ബൈതിക്കൽ മുഹറം, എന്റെ പവിത്രമായ ഭവനത്തിന്റെ സമീപത്താണ് ഞാൻ താമസിപ്പിക്കുന്നത്. അതുകൊണ്ട് റബ്ബേ ആളുകളെ മനസ്സ് നീ അവരിലേക്ക് ആകർഷിപ്പിക്കണേ അല്ലാ, ഭക്ഷണം കൊടുക്കണേ അല്ലാ, നീ അവരെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തിരിച്ച് ഇറാഖിലേക്ക് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. അവിടെ തവക്കുൽ അല്ലാഹ് പറഞ്ഞാൽ പിന്നെ ചോദ്യമില്ല, തിരിഞ്ഞു നോട്ടമില്ല. എങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈയൊടുകയില്ല, അല്ലാഹ് ഞങ്ങളെ പാഴാക്കയില്ല എന്ന ആ പ്രഖ്യാപനം, ആ തൗഹീദിന്റെ, ആ ഈമാനിന്റെ, ആ ഒരു തവക്കുലിന്റെ പാഠമാണ് സഹോദരങ്ങളെ ഹജ്ജും പെരുന്നാളും ഒക്കെ നമുക്ക് നൽകുന്ന പാഠം. ഇന്നും ബലിയറുക്കുമ്പോൾ അതിന്റെ സ്മരണയാണല്ലോ. അന്ന് സ്വന്തം മകനെ അറുക്കാൻ തയ്യാറായിടത്ത് അള്ളാഹു തആല പകരം ഒരു മൃഗത്തെ നൽകി. മഹത്തായ അറിവ് നാം അതിന് പകരമായി നിശ്ചയിച്ചു കൊടുത്തുവെന്നാണ്. ആ ഒരു പാഠമാണ്, ആ മാതൃകയാണ് നബി തങ്ങളിലൂടെ വീണ്ടും നമുക്ക് നിശ്ചയിക്കപ്പെട്ടു. ആ ഒരു മനസ്സക്ക് അള്ളാഹു തആല നിശ്ചയിച്ചു കൊടുക്കുന്ന ആ ബലി എന്നുള്ളത് നമ്മളും അതേപോലെ പ്രാവർത്തികമാക്കുന്നു. എവിടെയും അല്ലാഹുവിലേക്കല്ലാത്ത ഒരു തേട്ടമില്ല, പടച്ച റബ്ബേ എന്നല്ലാത്ത ഒരു വിളിയില്ല, ഒരു സൃഷ്ടിയിലേക്കും മനസ്സ് തിരിയാൻ പാടില്ല. എല്ലാം പടച്ച റബ്ബിക്ക് ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി എന്ന ആ പ്രഖ്യാപനം. ആരെന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും സഹോദരങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ലോകം നിയന്ത്രിക്കുന്നവൻ പടച്ച റബ്ബ് മാത്രമാണ്. ഒരു പടപ്പിനും അങ്ങനെ നിയന്ത്രിക്കാൻ, ലോകം പോയിട്ട് സ്വന്തം ശരീരത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ദുർബലന്മാരാണ്, സാധുക്കളാണ് എല്ലാ മനുഷ്യന്മാരും. ഇബ്രാഹിം നബിയുടെ ചോദ്യം അതല്ലേ, നീ വിളിക്കൂ ഹജ്ജ് എന്ന് പറയുമ്പോൾ റബ്ബേ ഞാൻ എങ്ങനെ വിളിക്കാനാ, എന്റെ ശബ്ദം എത്തുകയില്ലല്ലോ എന്നാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവിടെയാണ് നീ വിളിച്ചോ ഞാൻ എത്തിക്കാമെന്ന് അല്ലാഹു തആല ഏൽക്കുന്നത്. സഹോദരങ്ങളെ, ആ റബ്ബിൽ തവക്കുലാക്കാൻ, ആ റബ്ബിലേക്ക് പൂർണ്ണമായി മനസ്സുകൊണ്ട് മടങ്ങാൻ നമുക്ക് സാധിക്കണം. അതാണ് ഓതി വെച്ച ആയത്തിന്റെയും പാഠം അതാണ്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറുസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. എല്ലാ ഉമ്മത്തിനും ഓരോ ബലികളെ നാം നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു നൽകിയ മൃഗങ്ങളിൽ പടച്ച റബ്ബിനെ നാമസ്മരിക്കുവാനാണ് അള്ളാഹു തആല അത് നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണ്, നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണ്. ഫലഹു അസ്ലിമു, അവന് നിങ്ങൾ സമർപ്പിക്കുവീൻ, അവൻ നിങ്ങൾ കീഴ്പ്പെടുവീൻ എന്നാണ്. അല്ലാതെ പടപ്പുകൾക്കല്ല, മഹാന്മാർക്കല്ല, ആരെങ്കിലും എവിടെങ്കിലും പേരിട്ട് കൊണ്ടുവരുന്ന ഏതെങ്കിലും ദർഗയിൽ പോയിട്ടല്ല മനുഷ്യരെല്ലാം സമർപ്പിക്കേണ്ടത്. ഫലഹു അസ്ലിമു, ആ പടച്ച റബ്ബിനെ നിങ്ങൾ കീഴ്പ്പെടുവീൻ, അവന് നിങ്ങൾ സമർപ്പിക്കുവീൻ. അങ്ങനെ ഭക്തി കാണിക്കുന്ന, വിനയം കാണിക്കുന്ന ആളുകൾക്കാണ് സന്തോഷ വാർത്ത. അല്ലദീന ദുക്കല്ലാഹു വജ്ലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവർക്ക് മനസ്സിന് പേടിയാണ്. അല്ലാഹുവിനെ പേടിക്കുന്നവർ, ആ പടച്ച റബ്ബിന് വേണ്ടി നിസ്കാരം നിർവഹിക്കുന്നവർ, ക്ഷമ അവലംബിക്കുന്നവർ, വസ്സാബിരീന അലാ മാ അസാബഹും, ബാധിക്കുന്ന വിഷയങ്ങളിൽ ക്ഷമിക്കുന്ന ആളുകൾ, വൽ മുഖീമിസ്സലാം, നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്ന ആളുകൾ, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകൾ. ഇതെല്ലാം ഉള്ളവർക്ക് സന്തോഷവാർത്ത അറിയിക്കൂ നബിയെ എന്നാണ് അള്ളാഹു ശേഷം അവിടെ പറഞ്ഞത്. ആ ലക്ഷ്യങ്ങളെല്ലാം ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കിന്ന് ദുൽഹിജ്ജ 9 നാളെയാണ് ദുൽഹിജ്ജ 10 അഥവാ ഈദുൽ അദ്ഹ, ബലിപെരുന്നാൾ ദിനം എന്നറിയപ്പെടുന്നത്. യൗമുൻ നഹർ, അറവിന്റെ ദിവസം എന്നൊക്കെ വിളിക്കപ്പെടുന്നത് ദുൽഹിജ്ജ 10 10, 11, 12, 13 4 ദിവസങ്ങൾ നബി തങ്ങൾ പറഞ്ഞത് അയ്യാമു മിന അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്രില്ലാ എന്നാണ്. മിന ദിവസങ്ങൾ അഥവാ 10, 11, 12, 13 ഇതാണ് അയ്യാമു മിന. ഈ ദിവസങ്ങൾ അയ്യാമു അക്ലിൻ വശുർബിൻ, തീറ്റയുടെയും കുടിയുടെയും ദിവസമാണ്. വദിക്രില്ലാ, ദൈവസ്മരണയുടെയും ദിവസമാണ്. തിന്നണം, കുടിക്കണം, അള്ളാനെ ഓർക്കുകയും വേണം. പടച്ച റബ്ബിനെ മറന്നുകൊണ്ടുള്ള തീറ്റയും കുടിയുമില്ല. എന്നാൽ അള്ളാനെ ഓർത്തുകൊണ്ട്
തീറ്റയും കുടിയും പോലും വേണ്ട നോക്കലോ അതുമില്ല. രണ്ടിന്റെയും മധ്യയാണ്. അള്ളാഹിനെ സ്മരിക്കുന്നു, അനുവദനീയമായ നിലക്ക് സന്തോഷങ്ങളും ആഘോഷങ്ങളും എല്ലാം ആവുകയും ചെയ്യാം. അതുകൊണ്ട് പെരുന്നാൾ ദിവസത്തിൽ നബിതങ്ങൾ ആദ്യമായി ആരംഭിക്കൽ നിസ്കാരം കൊണ്ടാണ് എന്നാണ്. നിസ്കരിച്ച് ഖുതുബയും നടത്തി ഒരു ഉത്ബോധനം നൽകിയിട്ടാണ് ആഘോഷത്തിലേക്ക് ബലികർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാറുള്ളത്. നാളെ ഇൻഷാ അല്ലാഹ് 7 മണിക്കാണ് നമ്മുടെ പെരുന്നാൾ നിസ്കാരം. തൊട്ടപ്പുറത്തുള്ള PP ഹാളിന്റെ മുറ്റത്താണ് നാം പ്രത്യേകമായി ഈദ്ഗാഹായി സംഘടിപ്പിക്കുന്നത്. പരമാവധി നേരത്തെ കുടുംബസമേതം തന്നെ എത്താൻ പരിശ്രമിക്കുക. നബി തങ്ങൾ സ്വഹാബത്തോട് പറഞ്ഞു, എല്ലാവരും വരണമെന്ന്. എല്ലാവരും. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ എന്ന സ്വഹാബി വനിത അവർ പറയുന്നു, കുന്നാ നുഅ്മറു അൻ നുഖ്രിജൽ ഹുയ്യല വദവാത്തിൽ ഖുദൂർ, ഞങ്ങളോട് നബി തങ്ങൾ കൽപ്പിച്ചു ആർത്തവമുള്ള സ്ത്രീകളെ പോലും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. വദവാത്തിൽ ഖുദൂർ, കൂടാരങ്ങളിൽ ഒതുങ്ങിക്കഴിയുന്ന, ഒന്നിനും പുറത്തു പോകാതെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന സ്ത്രീകളെ കൂടി കൊണ്ടുവരാൻ നബി ഞങ്ങളോട് കൽപ്പിച്ചു എന്ന് നബി തങ്ങൾ പറഞ്ഞു. അവർ മുസ്ലിമീങ്ങളുടെ ആ പൊതു സംഗമത്തിൽ, അവിടെ ആ പ്രാർത്ഥനയിൽ, ആ ഖൈറുകളിൽ അവരൊക്കെ പങ്കെടുക്കട്ടെ. നിസ്കാര സമയമാകുമ്പോൾ ആർത്തവകാരികൾ ഒന്നും മാറി നിൽക്കട്ടെ, അവർ നിസ്കരിക്കേണ്ടതില്ല. ബാക്കി എല്ലാ ഖൈറിലും അവർക്ക് പങ്കെടുക്കാമല്ലോ എന്നാണ്. മുസ്ലിമീങ്ങൾ സംഗമിക്കുകയാണ്, അവർ ഒന്നിച്ച് അള്ളാഹിനെ സ്മരിക്കുകയാണ്, ഉത്ബോധനം ലഭിക്കുകയാണ്, അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ ഖൈറുകളിൽ അവരെല്ലാം ഭാഗവാക്കാവട്ടെ. എന്നാൽ നിസ്കാര സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്തവർ അവർ ആ നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കട്ടെ എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അന്ന് സ്വഹാബി സ്ത്രീകൾ നബിയോട് ചോദിക്കുന്ന, നബിയെ യഹ്ദാന ലൈസ ലഹാ ജിൽബാബുൻ യാ റസൂലല്ലാഹ്, നബി ഞങ്ങളിൽ പലർക്കും കൃത്യമായി മറക്കാവുന്ന വേഷമില്ല, വസ്ത്രമില്ല നബിയെ. സ്ത്രീക്ക് പുറത്തിറങ്ങുമ്പോൾ പൂർണ്ണമായി ശരീരം മറയുന്ന വസ്ത്രം വേണമല്ലോ. ഞങ്ങൾക്ക് പലർക്കും അങ്ങനെ ജിൽബാബില്ല നബിയെ, ഒന്നാകെ മറക്കാവുന്ന മൂടുപടം ഞങ്ങൾക്കില്ല നബിയെ. ഇല്ലാത്തവർ എന്തു ചെയ്യണം? എല്ലാവരും പോകാൻ നബിയാണോ പറയണത്? നബിയാണ് പറഞ്ഞത് എല്ലാവരും വരണമെന്ന്. അപ്പൊ പോകാതെക്കാൻ പറ്റൂല. അപ്പൊ പിന്നെയുള്ള പ്രശ്നം എന്താണ്? പലർക്കും നബിയെ മൂടുവസ്ത്രമില്ല, ഒന്നാകെ പുതക്കാവുന്ന വസ്ത്രമില്ല നബിയെ. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കലാണ്, പുറത്തു പോകാൻ മാത്രം മറക്കാനുള്ള വസ്ത്രമൊന്നുമില്ല, ഞങ്ങൾ എന്തു ചെയ്യും നബിയെ എന്ന് ചോദിക്കുമ്പോൾ നബിയുടെ മറുപടി, ഏതെങ്കിലും സഹോദരിമാർക്ക് ഒന്നിലേറെ മൂടുപടങ്ങൾ ഉണ്ടെങ്കിൽ തൽക്കാലം അത് അവർ കടമായി കൊടുക്കട്ടെ, അതിന് അത് കടം വാങ്ങി ധരിച്ചിട്ടെങ്കിലും നിങ്ങൾ വരണമെന്നാണ് നബി തങ്ങൾ സ്ത്രീകളോട് അന്ന് നൽകിയ ഉപദേശം. എന്നിട്ട് നബി തങ്ങൾ എല്ലാവരും പങ്കെടുപ്പിച്ചു, നിസ്കാരം നിർവഹിച്ചു, നബി തങ്ങൾ ഖുത്ബ നിർവഹിച്ചു. ആ ഖുത്ബ കഴിഞ്ഞപ്പോൾ നബിക്ക് തോന്നി പിറകിലുള്ള സ്ത്രീകൾ കേട്ടിട്ടില്ല. ഇന്നത്തെ പോലെ മൈക്കും സംവിധാനമൊന്നും ഇല്ലല്ലോ. പിറകു ഭാഗത്തേക്ക് കുറെ ഭാഗത്തേക്ക് സ്ത്രീകളുണ്ട്, അവർക്കൊന്നും ഈ ഖുത്ബ കേട്ടിട്ടില്ല. നബി തങ്ങൾ ബിലാലിനെയും കൂട്ടി അങ്ങോട്ട് ചെന്നു, അവരെ പ്രത്യേകമായി ഉപദേശിച്ചുവെന്നാണ്. അവരെ പ്രത്യേകമായി നബി തങ്ങൾ ഉപദേശം നൽകി. എന്നവിടെ പറഞ്ഞു, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകമായ ഉപദേശങ്ങൾ നബി തങ്ങൾ നൽകി എന്ന് പോലും കാണാൻ കഴിയും. ആ ഒരു സുന്നത്താണ് നമ്മളും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കേണ്ടത്. പരമാവധി എല്ലാവരും കുടുംബസമേതം തന്നെ ഈദ് മുസല്ലിലേക്ക് വരണം. അതുകൊണ്ടാണ് നബി തങ്ങൾ മദീനത്തെ പള്ളി 1000 ഇരട്ടി പുണ്യമുള്ള പള്ളിയായിട്ട് പോലും ആ പള്ളിയിലല്ല പെരുന്നാൾ നിസ്കരിച്ചത്. പുറത്ത് ഈദ്ഗാഹി മൈതാൻ നബിക്കുണ്ടായിരുന്നു. ഇന്നത്തെ ബഖീഇന്റെ ഭാഗത്തായിക്കൊണ്ട് അവിടെയാണ് നബി തങ്ങൾ മയ്യിത്ത് നിസ്കാരവും പെരുന്നാൾ നിസ്കാരവും എല്ലാം നിർവഹിക്കാറുള്ളത്. അങ്ങോട്ടാണ് പോയത്. മദീന പള്ളി 1000 ഇരട്ടി പുണ്യമാണല്ലോ. എന്നിട്ട് പോലും പുറത്തേക്ക് പോയി. പള്ളിക്കാകുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും വരാൻ പറ്റണമെന്നില്ല, പള്ളി വരാൻ പറ്റാത്തവരുണ്ടാകും. പുറത്താകുമ്പോൾ ആ പ്രശ്നമില്ല, എല്ലാവർക്കും വരാം. ഒറ്റത്തവണയാണ് നബി തങ്ങൾ പള്ളി നിസ്കരിച്ചത്, അന്ന് മഴയായതുകൊണ്ട്. മഴയായപ്പോൾ പുറത്ത് നിസ്കരിക്കാൻ സാഹചര്യമില്ല, അന്ന് മാത്രമാണ് നബി തങ്ങൾ പള്ളി വെച്ച് നിസ്കരിച്ചത് എന്നാണ്. അതുകൊണ്ട് അനുകൂലമായ കാലാവസ്ഥയാണെങ്കിൽ പുറത്ത് തന്നെയാണ് നബിയുടെ സുന്നത്ത്. അത് പ്രകാരം PP ഹാളിലാണ് നാം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ മഴയാണെങ്കിലും അവിടെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറി നിസ്കരിക്കാൻ സൗകര്യമുണ്ട് താനും. ആ നിലക്ക് എല്ലാവരും പരമാവധി 7 മണിക്ക് മുമ്പേ തന്നെ എത്താൻ പ്രത്യേകമായി ശ്രദ്ധിക്കാം. വലിയ പെരുന്നാളാകുമ്പോൾ ഒന്നും കഴിക്കാതെ വരലാണ് പ്രത്യേകമായ സുന്നത്ത്. ഒന്നും കഴിക്കാതെ വരിക, എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് ഖുതുബയും കഴിഞ്ഞ് നബിയുടെ മാതൃക അവിടെ തന്നെ തന്റെ ഉലഹിയത്ത് മൃഗത്തെ അവിടെ ചറക്കും. അതാണ് നബി ഞങ്ങൾ ആദ്യമായി ഭക്ഷിക്കാറുള്ളത്. അതായത് നബിയുടെ രീതി. നബി ആദ്യമായി കഴിക്കുക ബലിമാംസത്തിൽ നിന്നാണ്. അവിടുത്തെ നിസ്കാരം കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ നബി അറുക്കുന്നു. എന്നിട്ട് അത് ചൂടത്ത് വെച്ച് ചൂടാക്കി ചുട്ടെടുത്ത് അത് ഭക്ഷിക്കും. ഇന്നത്തെ പോലുള്ള ഈ കുക്കിങ്ങും ഈ വക എറുകാറൊന്നും അക്കാലത്തില്ല. അത് വളരെ സിമ്പിളാണ് അവർക്ക്. അതുകൊണ്ട് നബിതങ്ങൾ ആദ്യമായി കഴിക്കുക ആ ബലി മൃഗത്തിൽ നിന്നാണ്. സാഹചര്യമുള്ളവർക്ക് അത് അൽഹംദുലില്ലാഹ് നല്ല കാര്യം. കഴിയില്ല എങ്കിൽ ഒന്നും കഴിക്കാതെ വരിക എന്ന നബിയുടെ ആ ഒരു മാതൃക എങ്കിലും നമ്മൾ പിൻപറ്റാൻ പരിശ്രമിക്കുക. നബി തങ്ങൾ ഒരു വഴിയിൽ വരും,
മറ്റൊരു വഴി തിരിച്ചു പോകുമെന്നാണ്. പെരുന്നാൾ നിസ്കാരത്തിന് വരുന്ന വഴിക്കല്ല തിരിച്ചു പോകാറ്. രണ്ട് വഴികൾ എനിക്ക് വേണ്ടി സാക്ഷി നിൽക്കട്ടെ എന്നാണ് ഇതിന് പറഞ്ഞത്. പോകുന്ന വഴി നമുക്ക് സാക്ഷി നിൽക്കും. അപ്പൊ പോണ വഴിക്കൊന്ന്, പോകുന്ന വഴി മറ്റൊന്ന്. അതോടൊപ്പം ഈവതോടെ വരുമ്പോൾ ആ ഭാഗത്തുള്ളവരെ കാണാം, സലാം പറയാം. തിരിച്ചു പോകുമ്പോൾ ആ ഭാഗത്തുള്ളവരെയും കാണാം, അവരോടും സലാം പറയാം. എല്ലാവരും കുശലാന്വേഷണം നടത്താം എന്നൊക്കെ ലക്ഷ്യങ്ങൾ അതിലുണ്ട് എന്ന് വ്യാഖ്യാനങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അള്ളാഹു ആലം. ഏതായിരുന്നാലും പരമാവധി നബി തങ്ങളുടെ ചര്യയെ ജീവിതത്തിന് മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് എല്ലാത്തിനെയും ആ നിലക്ക് ഉപയോഗപ്പെടുത്താം. പെരുന്നാൾ പ്രത്യേകിച്ചും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സുന്നത്തുകളെ പരമാവധി ജീവിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. സുന്നത്തുകൾ ചവിട്ടിമെതിക്കപ്പെടുന്ന, പരിഹസിക്കപ്പെടുന്ന ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും നബി തങ്ങളുടെ സുന്നത്തുകൾ ജീവിപ്പിക്കുന്നതിൽ വലിയ മഹത്വമുണ്ട്, പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. പെരുന്നാൾ ദിനത്തിൽ നബി തങ്ങൾ സ്വതക്ക ചെയ്യാൻ പ്രത്യേകമായി പ്രോത്സാഹിപ്പിച്ചത് കാണാൻ കഴിയും. ഈദ്ഗാഹിലാണെങ്കിലും അല്ലാത്തടത്താണെങ്കിലും പുറത്താണെങ്കിലും പെരുന്നാൾ ദിവസം സ്വതക്കക്ക് പ്രത്യേകമായി മഹത്വമുള്ള ദിവസമാണ്. ആ നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ സ്വതക്ക ചെയ്യാൻ കൂടി നാം പ്രത്യേകം നാളത്തെ ദിവസത്തേക്ക് വല്ലതുമൊക്കെ മാറ്റിവെക്കുക. ഈദ്ഗാഹിൽ സ്വതക്ക ചെയ്യാൻ അവസരം ഉണ്ടാകും. അതല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ, അയൽപക്കങ്ങളിൽ, നമ്മുടെ പരിസരങ്ങളിൽ ഒക്കെയായി നമ്മുടെ സഹായം ആവശ്യമുള്ള ആളുകൾ, ഈ പെരുന്നാളിൽ പോലും സാമ്പത്തിക പ്രയാസമുള്ള പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് പ്രത്യേകമായ ഒരു ശ്രദ്ധ വേണം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കപ്പെടണം, എല്ലാ നന്മയും വർദ്ധിക്കണം. അങ്ങനെ പടച്ച റബ്ബിലേക്ക് ആത്മാർത്ഥമായി മനസ്സ് തിരിച്ച് തൗഹീദുള്ള, തഖ്വയുള്ള, ഈമാനുള്ള മുഅ്മിനീങ്ങളായി, മുത്തഖീകളായി ജീവിച്ചു മരിക്കുവാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള ഒരു സ്വതക്ക നാം സ്വീകരിക്കുന്ന ദിവസമാണ്. എല്ലാ മാസവും ഒരു വെള്ളിയാഴ്ച നമ്മുടെ പള്ളിക്ക് വേണ്ടി പിരിക്കാറുണ്ട്. പള്ളിയുടെ ദൈനംദിന കാര്യങ്ങൾ, ഇത് നടത്തിപ്പുകളൊക്കെ ഇത്തരം സ്വതക്കയിൽ നിന്നാണ് നമ്മൾ നിർവഹിക്കുന്നത്. ഇന്ന് ഏതായാലും നമ്മുടെ നോമ്പുകാരാണ്, വെള്ളിയാഴ്ചയാണ്, മഹത്വമേറിയ ദിവസമാണ്. ആ നിലക്ക് ഒരു മനസ്സറിഞ്ഞ ആത്മാർത്ഥമായി ഇന്ന് ഈ സംരംഭത്തെ സഹായിക്കണം എന്ന് കൂടി സൂചിപ്പിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറിലും മുന്നേറുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله.